ഹലോ, ഇന്നൊരു വെറൈറ്റി എയർപോർട്ടിൽ പോക്കാണ്. നമ്മുടെ ഒരു അനിയഞ്ചർക്ക് വരുന്നുണ്ട്, അവനെ കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് എയർപോർട്ടിൽ പോകുന്നത്. കാര്യം ഇന്ന് ദേശീയ പണിമുടക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അരീക്കോടിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് എടുത്ത് കൊണ്ടോട്ട് ചാടി എയർപോർട്ട്, അതാണ് കേട്ടോ ഞങ്ങളുടെ റൂട്ട്. അയ്യോ, ജസ്റ്റ് മിസ്സാണേ. അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി എത്തി. സമരമായതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചായക്കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ, യാത്രക്കാർക്ക് ഒരു ആശ്വാസമായിട്ട്. എങ്കിൽ പോലും ആ കടകൾ അടപ്പിക്കുകയോ സമരക്കാരുടെ പ്രകടനമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. മൊത്തത്തിൽ ശാന്തമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്താനായി കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള പിള്ളേരാണ്. എന്തായാലും സമയമുണ്ട്, എന്നാൽ പിന്നെ ഓരോ ചായ കുടിച്ചേക്കാന്നായി. പിന്നൊന്നും നോക്കില്ല, തൊട്ടടുത്തൊരു ചായക്കട കണ്ടു നിർത്തി. അയ്യോ, എൻ്റെ കൂടെ ആരൊക്കെയാന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ആശിഷ്, ഇത് കുര്യൻ. പേടിക്കേണ്ട, നമ്മുടെ സ്വന്തം ആൾക്കാരാണ് കേട്ടോ. രണ്ട് സൈഡിലും ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വന്ന ആൾക്കാർ. ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അവരെ. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇനി നേരത്തെ എത്തിയോണ്ടാണോ അതോ സമരമായതുകൊണ്ടാണോ എന്നറിയില്ല, അറൈവലിന്റെ അവിടെ ഒന്നും ഒരു മനുഷ്യനില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചുമ്മാ നടക്കുമ്പോഴാണ് ഒരു വലിയ ചോർച്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളത് പിന്നെ കാര്യമാക്കില്ല, എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ചെക്കൻ്റെ ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ അറൈവലിന്റെ അങ്ങോട്ട് പോയി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ എല്ലാവരുടെയും മുഖത്തും. ഞങ്ങളും വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു. അതങ്ങോട്ട് പോയി. പിന്നെ അങ്ങോട്ട് കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു കേട്ടോ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു. അവസാനാണ്ടേ നമ്മുടെ ചെക്കനും വന്നു. സമ്മതിക്കൂല. അങ്ങനെ ഞങ്ങൾ അവനെ കൊണ്ട് പുറത്തിറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ച് നാട്ടിലോട്ട് വിട്ടു. പിന്നെ ഇങ്ങോട്ട് സൗദി രാജാവിനെ ഏതോ ഡിഷ് വെച്ച് കൊടുത്തെന്നോ മകളെ കെട്ടിയ രാജാവാക്കാന്ന് പറഞ്ഞെന്നോ, എന്നിട്ടും ആ ഓഫറൊക്കെ ഉപേക്ഷിച്ചിട്ടാ വന്നേന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അത് അവിടെ ഒരു ക്യാമറമാൻ, അവന്റെ അപ്പനും